മോളെ നമുക്കൊരു പത്തില തോരൻ വെച്ചാലോ? കർക്കിടക മാസമല്ലേ, നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു 10 ഇല തോരനായിട്ട് നമുക്കിന്ന് വെക്കാം. 10 ഇലയാ? 10 ഇല. അപ്പം നമ്മൾ 10 ഇല ശേഖരിക്കാൻ പോവുക നമ്മളെ പറമ്പിൽ നിന്ന്. വാ, ആദ്യമായിട്ട് നമ്മൾ ചീരയിലയാണ് വെച്ചിരുന്നത്. അതുപോലെ ഇവിടുത്തെ ചീരയൊന്നും അല്ല, എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന ചീര. നമ്മളൊരു ചീരയുടെ തൈ കൊണ്ട് വെച്ച് കിളിച്ചിട്ടാണ് ഈ ചീരയുടെ തൈ ഇല. കിളിന്ത ഇലയും കൂടെ നമ്മൾ തോരൻ വെക്കാൻ പോവുകയാണ്. അപ്പം ആദ്യത്തെ ഇല. നമ്മൾ രണ്ടാമത്തെ ഇല ഒരു ചീര, നമ്മൾ ഉപ്പച്ചീര, നേരിച്ചീര എന്നൊക്കെ പറയുന്ന ഒരു ചീരയുടെ ഇല. ചീര നമുക്ക് എല്ലാം കൂടെ കുറച്ച് മതി, അപ്പം തോനെയായി പോകും. അപ്പം നമ്മൾ കുറേച്ചല്ല കിളിന്ത ഇല നോക്കിയാണ് നമ്മൾ പിച്ചിയെടുക്കുന്നത്. അപ്പം രണ്ടാമത്തെ ഇല കുപ്പച്ചീര. പൊന്നാങ്കണ്ണി ചീര കണ്ണിനൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറി, ഒരു ചീര വർഗ്ഗമാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചീര പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീര. ഇപ്പം 3 എണ്ണമായി. ചേനയുടെ ഇല, ചേന. നാലാമതായിട്ട് നമ്മൾ ചേനയുടെ ഇല, മണ്ടയില, കിളിന്തല. നമ്മൾ 4 ഇലയായിട്ടുണ്ട്. ചൊറിയാണം. നാലാമതായിട്ട് ചൊറിയാണോ? നമ്മളെ വീട്ടിൽ ചൊറിയാണം. പിന്നെ വേറെയൊക്കെ നാട്ടിൽ വേറെ ഓരോ പേരുകളാണ് അതിനെ പറയുന്നത്. കൈ ചൊറിയത്തില്ലേ? കൈയൊക്കെ ചൊറിയും. ഇത് നോക്കി പിച്ചില്ലേ നമ്മുടെ കൈയൊക്കെ ചൊറിയും. അപ്പൊ നമ്മള് കർക്കിടക മാസം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ച്. മാസത്തിലാണ് ഇതൊക്കെ തോരൻ വെക്കുന്ന. നമ്മള് ഇത് പിച്ചി 5 എണ്ണം. പിന്നെ നമ്മൾ പിച്ചാൻ പോണത് ഈ ചീരയാണ്. കിളുത്തിച്ചീര, പിന്നെ സാമ്പാർ ചീര, അങ്ങനെയൊക്കെ പേര് പറയും. നമ്മളിതിനെ സാമ്പാർ ചീരയെന്ന്, കിളുന്തൻ ചീര, അങ്ങനെയൊക്കെയാണ് ഇതിന് പറയുന്നത്. അത് തോരൻ വെക്കുമ്പോൾ ഒരുമാതിരി ഇരിക്കും, അതിനാണ് അങ്ങനെ ഒരു പേര് പറയുന്നത്. അപ്പം 6ാമത്തെ ചീര, 6ാമത്തെ ഇല ഈ ചീര നമ്മളെ വെള്ളച്ചീര. 7ാമത്തെ ചീരയായിട്ട് നമ്മൾ വെള്ളച്ചീരയാണ് പിച്ചുന്നത്. അപ്പോൾ നമ്മൾ 7ാമത്തെ ചീര വെള്ളച്ചീര. മഷിത്തണ്ട് എന്നൊക്കെ എങ്ങനെ പറയുന്നത്. ഏറ്റവും ഗുണമുള്ള ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഇത്. അപ്പോൾ 8ാമത്തെ മഷിത്തണ്ടോ? എന്തുവാ എൻ്റെ പച്ചത്തണ്ട്, അങ്ങനെയൊക്കെ പേര് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യും. അപ്പോൾ 8ാമത്തെ എന്തുവാ? എൻ്റെ പേരെന്താ? മഷിത്തണ്ടോ? പച്ചിലത്തണ്ട്, അങ്ങനെയൊക്കെ പറയും. ഇനി അടുത്ത 9ാമത്തെ എന്തുവാ? ഈ ചീരയാണ് ഇനി നമ്മൾ പിച്ചാൻ പോകുന്നത്. മിക്ക വീടുകളിലും കാണുന്ന ഇങ്ങനെ നിൽക്കുന്ന ചീര. അപ്പം ഈ ചീരയാണ് നമ്മൾ ഏറ്റവും ഇതല്ല, അതുകൊണ്ട് നമുക്കടി നിൽക്കുന്നു. അത് വേറെ കേട്ടോ. ഈ ചീര ഷുഗറിനൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള ചീരയാണ് ഇത്. അപ്പം നമ്മൾ 9ാമതായിട്ട് വെച്ചത് ഈ ചീരയാണ്, ഈ ഇലയാണ്. അപ്പം നമ്മുടെ 10ാമത്തായിട്ട് ഏതാ? 10ാമത്തായിട്ട് ശങ്കരം പരണ്ട. നോക്കട്ടെ. നമ്മളെ എല്ലുകൾക്കും എല്ലിനൊക്കെ നല്ല ബലവും ആരോഗ്യമൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ചങ്ങലം പരണ്ട എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ അങ്ങനെയും പറയും. മുട്ട് ചെടിയെന്നും പറയും. മുട്ട് പോലെ ഇങ്ങനെ കട്ട പോലെ ഇങ്ങനെ കട്ടച്ചെടി, അങ്ങനെയൊക്കെ പറയാറുണ്ട് പേര്. അപ്പം നമ്മുടെ 10ാമത്തെ ഇലയായിട്ടുള്ള എന്തോമ്മ? ചങ്ങരം പരട്ടിയാ? ചങ്ങരം പരട്ടി. മോളെ, നമ്മൾ 10 ഇല നമ്മുടെ അയ്യത്ത് പറമ്പിൽ നിന്ന് നമ്മൾ 10 ഇലകൾ ശേഖരിച്ചു. കർക്കിടക മാസമായിട്ട് 10 ഇലകൾ തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ 10 ഇലകൾ ശേഖരിച്ചു. നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ 10 ഇലകൾ ശേഖരിച്ചു. നട്ട് വളർത്തിയ ഇലകൾ. 11ാമത്തെ നമ്മൾ ഒരു പച്ചമുളക്, കാന്താരി മുളകാണ്. നമ്മുടെ പറമ്പിൽ പിടിച്ച കാന്താരി മുളക്, അതും നമ്മൾ പിച്ചി. 11ാമത്തെ കാന്താരി മുളക്. ഇതിട്ടിട്ട് തേങ്ങയൊക്കെ ഇട്ട് ചതച്ച് നമ്മൾ തോരൻ വെക്കുന്നത് കാണിച്ചു തരാം. 10 ഇല നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 ഇല ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം.
ഒന്നാമതായി നമ്മൾ ചൊറുകാണം എന്നൊക്കെ പറയുന്ന അതിന് വേറെ ചൊറിയാണം. വേറെ ഇത് തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേ പുറമെല്ലാം ചൊറിച്ചില്ല, അതുകൊണ്ടാണ് ചൊറുകാണം. അപ്പോൾ ഇതിനാണ് ചേനയുടെ ഇല, ചേനയില, നമ്മളെ അയ്യത്ത് വേലിപ്പത്തലി ചെയ്യണം, ചീര, വേലി ചീര, അതുപോലെ സാമ്പാർ ചീര, കുപ്പച്ചീര അങ്ങനെയൊക്കെ പറയും. ഇത് നമ്മളെ വെള്ളച്ചീര, സാധാ വെള്ളച്ചീര, ചുമന്ന ചീരയുടെ വെള്ളച്ചീര. ഇത് നമ്മളെ ഷുഗറിനൊക്കെ പോകുന്ന ഷുഗറിൻ്റെ ഒക്കെ പേര് മറന്നുപോയി ഞാൻ, എനിക്കറിയാമായിരുന്നു, പേര് മറന്നു. ഇത് നമ്മൾ ഒരു ചീരയാണ്, വള്ളിച്ചീര, കിളുന്തൻ ചീര, അങ്ങനെയൊക്കെ ഓരോ ചീര എന്ന പേര് പറയുന്നൊരു ചീരയാണിത്. ഇത് നമ്മളെ പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ മഷിത്തണ്ട് എന്ന് പറയുന്നൊരു സാധനമാണ്, മഷിത്തണ്ടിൻ്റെ ഇല. ഇത് ഒരു ഇലയാണ്, ഇതൊരു തോരൻ വയ്ക്കാൻ ഔഷധ ഗുണമുള്ളതാണ്. ഇത് നമുക്കെല്ലാവർക്കും പൊന്നാങ്കണ്ണി ചീര. ഇത് നമ്മുടെ ഏറ്റവും കണ്ണിന് ഏറ്റവും നല്ലൊരു ഔഷധ മരുന്നാണ് പൊന്നാങ്കണ്ണി ചീര. ഇതാണ് ചങ്കരം പരണ്ട എന്ന് പറയുന്ന സാധനം. ഇത് നമ്മൾ നല്ലതാണ്. ഇതൊക്കെ ഓരോ നാട്ടുകളിൽ കാശ് എത്രയോ രൂപ കൊടുത്ത ആൾക്കാർ വാങ്ങിച്ച് ഇതൊക്കെ കഴിക്കുന്നത്. നല്ല ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് ചങ്കരം. എല്ലുകൾക്കും ബലം കിട്ടാനും ആരോഗ്യം കിട്ടാനൊക്കെ നല്ലതാണെന്ന് ആൾക്കാർ പറയുന്നു. അപ്പോൾ നമ്മുടെ പത്തല ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ തോരൻ വെച്ചിട്ട് കഴിക്കാം. അങ്ങനെ നമ്മൾ ചീര തോരൻ വയ്ക്കാനായിട്ട് പോവാണ്. ചീര തോരൻ വയ്ക്കാൻ എല്ലാ തോരനും വെക്കുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് സവാള ഇട്ട് വഴറ്റിയിട്ട് പിന്നെ അതിനകത്തേക്ക് ചീര തട്ടിയിട്ട് പിന്നെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടെ ചതച്ചിട്ടിട്ട് നമ്മൾ അല്പം പയറും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വെച്ചത്. കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ പുഴുങ്ങിയെടുത്ത് അതും കൂടെ ഇട്ടിട്ടാണ് നല്ല അടിപൊളിയായിട്ട് തോരൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇലകളൊക്കെ വെച്ചിട്ട് തോരനൊക്കെ വെച്ചിട്ട് കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും കേട്ടോ. അപ്പം ഇത്രയുള്ള വീഡിയോ. ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.